എമ്പുരാന്റെ പുതിയ പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും. സെൻസർ ബോർഡ് അംഗീകാരമുള്ള എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയില്ലെന്ന് ഹൈക്കോടതി. ഹർജി നൽകിയ ബിജെപി പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തതായി ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകളില്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരിൽ നിന്നുള്ള ടോൾ പിരിക്കുന്നത് ഈ മാസം 7-ന് ശേഷം. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് സാവകാശം. പുലിഭീതി തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനം വകുപ്പ്. മേഖലയിൽ 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ ബുധനാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. 2 മിനിറ്റ് 8 സെക്കൻഡ് രംഗം വെട്ടിമാറ്റിയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി. NIA പരാമർശം മ്യൂട്ട് ചെയ്തു. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന ഭാഗമടക്കം 24 ഭാഗങ്ങൾ വെട്ടിമാറ്റി. അതേസമയം ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് അണിയറ പ്രവർത്തകർ. സമ്മർദ്ദമുണ്ടായിട്ടല്ല എമ്പുരാൻ റീ എഡിറ്റ് ചെയ്തതെന്നും മോഹൻലാലിന് കഥ അറിയാമായിരുന്നുവെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ സ്വദേശിയും ബിജെപി പ്രവർത്തകനുമായ ബിജീഷ് വെട്ടത്ത് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. സെൻസർ ബോർഡ് അംഗീകാരമുള്ള സിനിമയല്ലേ, പിന്നെ എന്താണ് പ്രശ്നമെന്ന് കോടതി ചോദിച്ചു. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജിയാണ് ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകൻ ബിജീഷ് വെട്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബിജെപിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. തൃശൂർ പോലീസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിൻ ജേക്കബ്. എമ്പുരാനെതിരെ ഹർജി നൽകാൻ ബിജെപി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് ബിജെപിയുടെ നിലപാടെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിന് വിരുദ്ധമായി പാർട്ടിയുടെ ഏത് പ്രവർത്തകനും കാര്യകർത്താവായാലും പ്രവർത്തിച്ചാലും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാട് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായി ഹർജി കൊടുക്കുകയോ അതിന് വിരുദ്ധമായി നിലപാടെടുക്കുകയോ ചെയ്താൽ സംഭവിക്കുന്നതിന് സംഭവിച്ചിട്ടുള്ളൂ. എമ്പുരാൻ സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതായും മതവിദ്വേഷത്തിന് വഴിമരുന്നിടുന്ന സിനിമ തടയണമെന്നും ചൂണ്ടിക്കാട്ടി ബിജെപി ജില്ലാ കമ്മിറ്റി അംഗമെന്ന് അവകാശപ്പെടുന്ന ബിജീഷ് വെട്ടത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതേസമയം ബിജെപിക്ക് ഇപ്പോൾ ജില്ലാ സമിതി അംഗങ്ങൾ ഇല്ലെന്നും പുതിയ കമ്മിറ്റി ഇനി രൂപീകരിക്കണമെന്നുമായിരുന്നു ജസ്റ്റിൻ ജേക്കബിന്റെ പ്രതികരണം. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടില്ല. പാർട്ടിക്ക് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഭാരവാഹികളും കാര്യങ്ങളും വരാൻ പോകുന്നുള്ളൂ. സംഘടനാ ചുമതലകൾ ഇനി നിശ്ചയിക്കാൻ പോകുന്നുള്ളൂ. എമ്പുരാനെതിരെ ഹർജി നൽകിയ ബിജെപി പ്രവർത്തകൻ ബിജീഷ് വെട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിന് വിരുദ്ധമായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനാണ് മുൻ ജില്ലാ സമിതി അംഗമായ ബിജീഷ് വെട്ടത്തിനെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുൻസിഫ് കോടതി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശനൻ, അസിസ്റ്റന്റ് സംവിധായകൻ മോഹൻദാസ് എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ചാലക്കുടി മുൻസിഫ് മജിസ്ട്രേറ്റ് MS ഷൈനി ഉത്തരവിട്ടത്. കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് P നാരായണൻകുട്ടി മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കോടതി ചെലവായി 1,68,000 രൂപ നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. സിനിമയിലെ 29-ാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് തന്റെ ഫോട്ടോ നൽകിയത്. തന്റെ അനുവാദമില്ലാതെ ബ്ലോഗിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭർത്താവ് സജി ജോസഫും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ പറഞ്ഞു. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ജില്ലയിലെ 3 മന്ത്രിമാരിൽ ആരും സ്ഥലത്തില്ലാതിരുന്നതിന് പിന്നിൽ ഇടതുപക്ഷ ഗൂഢാലോചനയാണെന്നും അനീഷ് കുമാർ ആരോപിച്ചു. പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂർ പോലീസ് ക്ലബ്ബിൽ ACP രാജ്കുമാറിന് മൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ MLA, MP, അതുപോലെ തന്നെ മന്ത്രി, 2-3 മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ ഇടപെടലുണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. എഴുന്നള്ളിപ്പിനുള്ള ആനകൾക്ക് പട്ട കൊണ്ടുപോകുന്നവരെ തടഞ്ഞതു മുതൽ പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ തുടങ്ങിയിരുന്നു. പൂരത്തിന് സുരക്ഷയൊരുക്കേണ്ട പോലീസ് ദിവസങ്ങളെ മറികടന്ന് പൂരം നടത്തിപ്പുകാരായി മാറിയതാണ് അലങ്കോലപ്പെടാനിടയാക്കിയത്. പ്രശ്നമുണ്ടായ സമയത്ത് ജില്ലയിലെ മന്ത്രിമാരിൽ ആരെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ പൂരവും വെടിക്കെട്ടും അലങ്കോലപ്പെടുമായിരുന്നില്ല. യാതൊരു വിമർശനങ്ങൾക്കും ഇട നൽകാത്ത വിധം ഈ വർഷത്തെ പൂരം ഭംഗിയായി നടക്കുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകൾ ഇല്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഒന്നിന് കഴിഞ്ഞ ദിവസം വരെ 25 രൂപയായിരുന്നു പ്രവേശന ഫീസെങ്കിൽ ഇന്നത് 40 രൂപയായി. കൂടാതെ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കോർപ്പറേഷന്റെ സ്ഥലത്തെ പാർക്കിംഗ് ഫീസും വർദ്ധിപ്പിച്ചു. നിലവിൽ വലിയ ബസ്സുകൾക്ക് 3 മണിക്കൂറിന് 70 രൂപയാണ് നിരക്കെങ്കിലും 100 രൂപ വരെ ഈടാക്കുന്നതായി ബസ് ഉടമകൾ പറയുന്നു. കൂടാതെ ഓരോ അധിക മണിക്കൂറിനും 25 രൂപ വീതവും ഈടാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ സ്ഥിരം ബസ്സുകൾക്ക് സൗജന്യ നിരക്കിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾക്ക് മതിയായ ശുചിമുറിയും വിശ്രമ കേന്ദ്രങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെയാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഫീസ് വർധന നടപ്പാക്കിയതെന്ന് ബസ് ഉടമകൾ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഫീസ് ബഹിഷ്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബസ് ഓപ്പറേറ്റർമാർ. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലും വടക്കേ ബസ് സ്റ്റാൻഡിലും നിലവിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾക്കുണ്ടായിരുന്ന സ്റ്റാൻഡ് ഫീസ് വളരെ അമിതമായ രീതിയിലാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. ഏകദേശം 60% വർധനവാണ് വരുത്തിയിട്ടിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളെയോ മറ്റുള്ള ആളുകളെയോ ഒന്നും അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭീമമായ വർധനവ് വരുന്നത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നു മുതൽ ഈ മേഖലയിൽ കൂടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളൊന്നും ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബസ് സ്റ്റാൻഡ് ഫീസ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർധനവ് അടിയന്തരമായി പിൻവലിച്ച് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വടക്കേ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച ശേഷം 50 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കിയിരുന്നത്. ഇതിലും കരാറുകാർ തന്നിഷ്ടത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. ശക്തൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ഫെബ്രുവരിയിലാണ് തുറന്നു നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഫീസ് വർധന നടപ്പിലാക്കിയത്. കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചതോടെയാണ് റവന്യൂ വിഭാഗം കരാറുകാർക്ക് വർദ്ധിപ്പിച്ച പുതിയ നിരക്ക് ഈടാക്കാനുള്ള അനുമതി നൽകിയത്. TCV തൃശൂർ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരിൽ നിന്നുള്ള ടോൾ പിരിക്കുന്നത് ഈ മാസം 7-ന് ശേഷം. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് സാവകാശം നൽകിയത്. MP കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. 2023 മാർച്ച് 9-ന് ടോൾ പിരിക്കൽ ആരംഭിച്ചതു മുതൽ 6 പഞ്ചായത്തുകൾക്ക് വാഹനത്തിന്റെ RC ബുക്ക് കാണിച്ചാൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടായി, കണ്ണമ്പ്ര, പുതുക്കോട്, തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളെയുമാണ് ഒഴിവാക്കിയിരുന്നത്.
പുലിഭീതി തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും കനത്ത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി വനംവകുപ്പ്. ചാലക്കുടി പുഴയുടെ മുരിങ്ങൂർ കേന്ദ്രീകരിച്ച് ഇടത് വലത് കരകളിലായി 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. രണ്ടിടത്തും 2 വീതം കെണിക്കൂടുകളും വച്ചു. മറ്റൊരു കൂട് അടുത്ത ദിവസം കാടുകുറ്റിയിലെത്തിക്കും. ചാലക്കുടിയിലും കാടുകുറ്റിയിലുമായി പുഴത്തീരം കേന്ദ്രീകരിച്ച് 20 CCTV ക്യാമറകളും സ്ഥാപിക്കും. 75ഓളം വനംവകുപ്പ് ജീവനക്കാരാണ് പുലിയെ പിടികൂടാനുള്ള ദൌത്യത്തിലുള്ളത്. തെർമൽ ക്യാമറ ഘടിപ്പിച്ച ഡ്രോൺ നിരീക്ഷണവും തുടരുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം ജനകീയ തെരച്ചിൽ നടത്താനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കം. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അഗ്നിബാധ. ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിലെ നോട്ടുകൾ കത്തിനശിച്ചു. നഷ്ടം കണക്കാക്കിയിട്ടില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. ക്ഷേത്രനട അടച്ച ശേഷം ഭണ്ഡാരത്തിന് മുകളിൽ വെൽഡിംഗ് പ്രവർത്തികൾ നടന്നിരുന്നു. ഭണ്ഡാരത്തിനകത്തേക്ക് തീപ്പൊരി വീണതാകാം അഗ്നിബാധയ്ക്കിടയാക്കിയതെന്ന് കരുതുന്നു. കോടിക്കണക്കിന് രൂപയും വിലമതിക്കാനാകാത്ത അമൂല്യ വസ്തുക്കളുമുള്ള ക്ഷേത്രത്തിനകത്ത് പ്രവർത്തികൾ നടക്കുമ്പോൾ പ്രധാന അധികാരികളൊന്നും നാലമ്പലത്തിനകത്തുണ്ടായിരുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. വിവരമറിഞ്ഞെത്തിയ ജീവനക്കാർ ബക്കറ്റിൽ വെള്ളം എടുത്തൊഴിച്ചാണ് തീയണച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 42 രൂപയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഹോട്ടൽ നടത്തിപ്പുകാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് പുറത്തുവന്നിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ LPG വിലയിൽ വന്ന മാറ്റമാണ് പാചകവാതക വിലയിലും പ്രതിഫലിച്ചത്. ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. ഇതോടെ മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരിയ സമുദായക്കാരാണ് വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചത്. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലയ്ക്കവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണിയാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. പട്ടാരി സമുദായം പ്രസിഡന്റ് P. സജീവ്, സെക്രട്ടറി KP അരുൺ, കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ, പ്രേമൻ കാട്ടിൽ, രാജൻ പുള്ളിയാംപുള്ളിൽ, രതീഷ് മാളക്കാരൻ, രാഹുൽ തെക്കേടത്ത്, ഗീത കുണ്ടൂർ, സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 25 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. ESI സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 46-കാരന് 19 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടപ്പുറം അഞ്ചങ്ങാടി ചാലിൽ ഹൈദരാലിയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അൻയാസ് തയ്യിൽ ശിക്ഷിച്ചത്. 2021-22 വർഷങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C. നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. തലോർ സെന്ററിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് മോഷണം പോയത് 9,85,000 രൂപയുടെ മൊബൈൽ ഫോണുകളെന്ന് പോലീസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. പുതുക്കാട് SHO V. സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാക്കൾ പോയ തൈക്കാട്ടുശ്ശേരി റോഡിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കളെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് തലോരിലെ അഫാത്ത് മൊബൈൽ ഷോപ്പിൽ കവർച്ച നടന്നത്.
ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ ഓട്ടിസം എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട നഗരത്തിൽ സംഘടിപ്പിച്ച ഓട്ടിസം ദിനാചരണം ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, ഇരിങ്ങാലക്കുട പോലീസ്, ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, പ്രതീക്ഷാ ഭവൻ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺഹാൾ പരിസരത്തു നിന്ന് തുടങ്ങിയ വാക്കത്തോൺ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടിസം ബാധിച്ച കുട്ടികളോട് ഉൾച്ചേർക്കൽ സമീപനമുണ്ടാകാൻ സമൂഹം മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ കണ്ടെത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഓട്ടിസം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ജില്ലാ ആശുപത്രികളിലും ഡിറ്റക്ഷൻ സെന്ററുകളുണ്ട്. ഇത് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ S. നായർ, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ PD സിജി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണപുരത്ത് ബാറിൽ വെച്ച് യുവാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം പതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീലിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 29-നാണ് പൊരി ബസാറിലുള്ള ബാറിൽ വെച്ച് പനങ്ങാട് 5-ാം പരുത്തി എരാശ്ശേരി വീട്ടിൽ രാജീവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI വിനയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ് ആന്റണി, ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കല്ലൂർ പാറക്കാട് നെല്ല് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ മതിലും ഗേറ്റും തകർന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നവർ ലോറി വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ രക്ഷപ്പെട്ടു. വളവിൽ നിയന്ത്രണം വിട്ട ലോറി റോഡ് സൈഡിലെ വീടിന്റെ മതിലിനോട് ചേർന്ന് മറിയുകയായിരുന്നു. പാലക്കാട് നിന്നും നെല്ലുമായി കാലടിയിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. യുവജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാൽ ലഹരി വ്യാപനം തടയാൻ സാധിക്കുമെന്ന് വാദ്യകലാകാരൻ കൊടകര ഉണ്ണി. ലോകത്തിന്റെ നാനാഭാഗത്ത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്തെ എല്ലാ മേഖലയിലുള്ളവരും ഈ ലഹരിക്കെതിരെ അവബോധം നടത്താനായി സദാ ജാഗരൂകരാവേണ്ടതുണ്ട്. ലഹരിയുടെ കെണിയിൽ വീണ് ലഹരിക്ക് അടിമയായി ഇന്ന് മക്കളും വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം തന്നെ വലിയൊരു വിപത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ലഹരി വിരുദ്ധ ദിനം ഓരോ ജൂൺ മാസം 26-ാം തീയതിയും ആചരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ദിനത്തിൽ ഒതുങ്ങേണ്ടതല്ല ലഹരി. നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിഷ്ഠയെടുക്കേണ്ട കാലഘട്ടമാണിത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ലഹരി ആവേണ്ടത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. തിരുവാതിര വിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും, പെരുവനം പൂരം, തറക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവും അരങ്ങേറും. പെരുവനം പൂരത്തിനും തറക്കൽ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, തിരുവാതിര വിളക്കിനും ആറാട്ടുപുഴ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും പ്രമാണിമാരാകും. കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ എല്ലാ മേളങ്ങളിലും പ്രമാണിമാരാകും. പ്രസിഡന്റ് രവി ചക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രമാണിമാരെ സ്വീകരിച്ചു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. നെയ്വിളക്ക് പ്രഭയിൽ ആറാട്ടുപുഴ ക്ഷേത്രം. സമ്പൂർണ്ണ നെയ്വിളക്കിന്റെ പൊൻപ്രഭയിൽ ആറാട്ടുപുഴ ശാസ്താവിനെ ഭക്തർ തൊഴുതു വണങ്ങി. പൂരത്തോടനുബന്ധിച്ച് ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് സമർപ്പിച്ചത്. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചെരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്വിളക്കുകൾ തെളിഞ്ഞു. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തും മൺചെരാതുകളിൽ എള്ളുതിരിയാണ് കത്തിച്ചത്. 100 കണക്കിന് ഭക്തർ സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളായി.
മധ്യവേനൽ അവധിയായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. അവധിക്കാലവും വൈശാഖ മാസത്തിലെ തിരക്കും കണക്കിലെടുത്താണ് ദർശന സമയം 1 മണിക്കൂർ കൂട്ടുവാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് 1 മണിക്കൂർ അധിക ദർശന സമയം ലഭിക്കുക. സാധാരണ വൈകിട്ട് 4:30 തുറക്കാറുള്ള ക്ഷേത്രനട ഇന്നു മുതൽ 3:30 തുറക്കും. നട തുറന്ന് ശീവേലി കഴിയുന്നതോടെ ഭക്തർക്ക് ദർശനം സാധ്യമാകും. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കാനാണ് ദർശന സമയം 1 മണിക്കൂർ നീട്ടാൻ ഭരണസമിതി തീരുമാനിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മുടി മുറിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CB ഗീത, കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടറിമാരായ ബിന്ദു ബിജു ഇടപ്പാറ, PK ബീന, ജോയ് C. ജോസ്, ജില്ലാ ജനറൽ സെക്രട്ടറി AK രജനി, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു കുമാരൻ, ലാലി ജെയിംസ് തുടങ്ങിയവരാണ് മുടിമുറിച്ച് പ്രതിഷേധിച്ചത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എഴുത്തുപരീക്ഷ നടത്തി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമിച്ച കൊല്ലം ആര്യനാട് സ്വദേശി ബാലു ജോലി രാജിവെച്ചു. ശാരീരികമായ പ്രയാസങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പാരമ്പര്യ അവകാശികളെ മാറ്റി പുതിയ നിയമനം നടത്തിയതിനെതിരെ തന്ത്രിമാരും വാരിയർ സമാജവും രംഗത്ത് വരികയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മുടങ്ങുകയും ചെയ്യുമെന്ന സാഹചര്യം വന്നതോടെ ദേവസ്വം ഫെബ്രുവരി 24-ന് ജോലിയിൽ പ്രവേശിച്ച ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് വർക്ക് അറേഞ്ച്മെന്റ് എന്ന പേരിൽ മാറ്റിയിരുന്നു. തുടർന്ന് ബാലു അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. സംഭവം വിവാദമാവുകയും പൊതുസമൂഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുകയും സർക്കാർ തന്നെ ദേവസ്വത്തിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തതോടെ അവധി കഴിഞ്ഞെത്തിയാൽ ബാലുവിനെ കഴകം ജോലിയിൽ തന്നെ വിന്യസിക്കുമെന്ന് ദേവസ്വം വ്യക്തമാക്കിയിരുന്നു. ഓഫീസ് ജോലിയിൽ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിച്ച് ബാലു ദേവസ്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും നിയമാനുസൃതമല്ലാത്ത കാര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ അവധി നീട്ടിയ ബാലു തന്റെ ലീവ് കഴിയുന്ന ചൊവ്വാഴ്ച ബന്ധുക്കളോടൊപ്പം എത്തിയാണ് രാജിക്കത്ത് നൽകിയത്. കഴകം പ്രവൃത്തിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയതായാണ് സൂചന. വിഷയം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷത്തിനിടെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. വാൽപ്പാറ സ്വദേശി പണ്ണിമേൽ വീട്ടിൽ കൃഷ്ണനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ ഭരണി ഉത്സവത്തിനിടെ പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സുൽത്താൻ ബത്തേരി സ്വദേശി കണ്ണനെയാണ് സബ് ഇൻസ്പെക്ടർ K. സാലിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തിയ 2 മൊബൈൽ ഫോണുകളും പണവും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 12ഓളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,399 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വെട്ടിച്ചുരുക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും. സെൻസർ ബോർഡ് അംഗീകാരമുള്ള എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയില്ലെന്ന് ഹൈക്കോടതി. ഹർജി നൽകിയ BJP പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തതായി BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്.
തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയ ആലോചനകൾ ഇല്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരിൽ നിന്നുള്ള ടോൾ പിരിക്കുന്നത് ഈ മാസം 7-ന് ശേഷം. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് സാവകാശം. പുലിഭീതി തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനം വകുപ്പ്. മേഖലയിൽ 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.